ഈ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം പരശു. ഞാനിപ്പോൾ ഉള്ളത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. പിന്നെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഉള്ളവരെ കാര്യം പറയണ്ടല്ലോ, മൂടിപ്പോയത്ത് നല്ല സുഖമായി കിടന്നുറങ്ങല. എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്കും കൊതി വരാറുണ്ട്. പക്ഷേ എന്തോ എനിക്കിങ്ങനെ ഉറക്കം വരില്ല. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആദ്യമൊക്കെ ഈ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ഈ യാത്ര ഭയങ്കര രസമാട്ടോ. പിന്നെ ഇതിലാകെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഈ കറങ്ങുന്ന ഫാൻ തന്നെയാണ്. ഇപ്പം ചൂടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ തണുപ്പ് കാലത്ത് ഓർക്കാൻ കൂടി പറ്റൂല. തണുപ്പ് കാലത്തൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഞാനിരിക്കുന്ന സീറ്റിൻ്റെ മുകൾ വശത്തുള്ള ഫാൻ ഞാൻ സാധാരണ ഓഫാക്കി ഇടാറുണ്ട്. കാസർഗോഡ് നിന്ന് കയറുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവാറില്ല. ആൾക്കാരില്ലാത്ത സീറ്റ് നോക്കിയിട്ടാണ് ഞാനിപ്പം പോയിരിക്കൽ. നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ചേച്ചിമാർ ഒരു ദയയും കാണിക്കില്ല. പിന്നെ അടുത്ത് വന്നിരുന്ന് നേരെ ഫാനിൻ്റെ സ്വിച്ച് അങ്ങ് ഇടും. പിന്നെ തലശ്ശേരി വരെ അന്റാർട്ടിക്ക പോയൊരു ഫീലാണ്. പക്ഷേങ്കിൽ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു കുളിരുള്ള ഓർമ്മ തന്നെയാണ് കേട്ടോ. പിന്നെ ദിവസം കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷമില്ലേ, അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നേരം വെളുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സൂര്യന് എല്ലാ ദിവസത്തിനേക്കാളും പ്രത്യേക ഒരു രസം തന്നെയാണ്. എല്ലാ ദിവസത്തിനേക്കാളും ഇന്നൊരു പ്രത്യേക ഭംഗി. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സത്യം പറഞ്ഞാൽ തലശ്ശേരി എത്തിയത് അറിഞ്ഞില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കേട്ടോ. ട്രെയിനിൽ കയറാൻ വന്ന ഒരു ചേച്ചിയുടെ ചെരുപ്പ് ട്രെയിനിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയി. കയറുന്നതിൻ്റെ തിരക്കിനിടയിലെങ്ങാണ്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നിർത്തിയിട്ട ട്രെയിനിൻ്റെ ആ സൈഡിലോട്ട് കൈയിട്ടിട്ട് ഈ ചെരുപ്പ് എടുക്കുന്ന തിരക്കിലായിരുന്നു. TTR വന്ന് കുറേ വഴക്കൊക്കെ പറഞ്ഞു. പാവം പുള്ളിക്കാരത്തേക്ക് ഏതായാലും ആ ട്രെയിൻ മിസ്സായി. പിന്നെ ആ ചേച്ചിയോട് TTR പറഞ്ഞു ചെരുപ്പൊക്കെ എടുത്ത് സാവധാനം അടുത്ത ട്രെയിനിന് വരാൻ. ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനം. അങ്ങനെ ട്രെയിനിൻ്റെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.